السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العظيم. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, സ്നേഹനിധികളായ കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദര സമുദായത്തിലെ അംഗങ്ങൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാവിധ നന്മകളും നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അവൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അതിനേക്കാൾ സന്തോഷത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പള്ളി, ഇവിടെ ഇങ്ങനൊരു പള്ളി നിലവിൽ വരാൻ തുടക്കക്കാരായ ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അവർ ആറടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ പള്ളിക്കു ചുറ്റും മന്ദിവിശ്രമം കൊള്ളുന്ന എല്ലാ പള്ളികൾക്കു ചുറ്റും മന്ദിവിശ്രമം കൊള്ളുന്ന എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ ഈ ഇരുത്തവും ഈ സംസാരവും കേൾക്കലുമൊക്കെ വലിയ സൽക്കർമ്മമായി, വലിയ കാരണമായി അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, മതനിരാസവും ലിബറലിസവും എന്ന വിഷയമാണ് ഇന്ന് ഈ വിനീതൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ ജീവിതം നയിക്കാൻ, അല്ലാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമായി മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടു പോവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധികളാണ് അവർ നേരിടേണ്ടി വരുന്നത്. ഒന്ന് ശാരീരികമാണ്, മറ്റൊന്ന് വിശ്വാസപരമാണ്. ശാരീരികമായി നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ അവർ വലിയ നിലക്കുള്ള പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസവും 88 പേരാണെന്ന് തോന്നുന്നു ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് വായിക്കാൻ സാധിച്ചു. എന്താ സംഗതി? നമ്മൾ എന്ത് കുറ്റമാ ചെയ്തത്, എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വിശ്വാസികളായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും സ്വഹാബത്തിന്റെ ചരിത്രവും അതിനുശേഷമുള്ള മഹാന്മാരായ ഇമാമുകളുടെ ഓരോരുത്തരുടെ ചരിത്രവും എടുത്തു നോക്കിയാൽ അവരൊക്കെ വിവിധങ്ങളായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് സംഗതി? എന്താണ് പ്രശ്നം? അവർ ചെയ്ത കുറ്റം എന്താ? ഒരു പ്രശ്നവും അവർ ചെയ്തിട്ടില്ല. മറിച്ച് അവരൊക്കെ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസികളായി ഇവിടെ ജീവിച്ചു പോന്നു എന്നതാണ് മറ്റുള്ളവർ അവരിൽ കാണുന്ന കുറ്റം. എന്നാൽ ശാരീരികമായ പ്രതിസന്ധി, ശാരീരികമായ പ്രത്യാഘാതം, ശാരീരികമായ പരിക്കുകൾ അതൊരു വിശ്വാസി ഏൽക്കേണ്ടി വന്നാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് എന്താ? ഒരു മനുഷ്യൻ അമിതമായി നമ്മെ മർദ്ദിക്കുന്നു, വല്ലാതെ അടിക്കുന്നു, ഇടിക്കുന്നു.
എന്നെ ചവിട്ടി പഞ്ചറാക്കും എന്നൊക്കെ പറയില്ല നമ്മൾ, കുട്ടികൾ ഇങ്ങനെ തമാശ പറയാൻ, ചവിട്ടി പഞ്ചറാക്കും. അങ്ങനെ ശാരീരികമായി നമ്മെ മർദ്ദിച്ച് ആ മർദ്ദനത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്താ? ശാരീരികമായ മർദ്ദനത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് മരണമാണ് അല്ലേ? ലാസ്റ്റ് വരാൻ പോണത് എന്താ? മരണ. ആ മരണത്തെ സംബന്ധിച്ചിടത്തോളം കേവലം മരണമാണോ അത്? അതൊരു കേവലം മരണമാണോ? അല്ല, മറിച്ച് ഷഹീദ് എന്ന സ്ഥാനമാണ് ആ മരണത്തിന് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആരെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതാണ് ഒന്നാമത്തെ പ്രതിസന്ധി, ശാരീരികമായ പ്രതിസന്ധി. അത് നേരിടേണ്ടി വന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ ഷഹീദിന്റെ കൂലിയാണ്. അത് നിസ്സാരമല്ല. അപ്പൊ ശാരീരികമായുള്ള പ്രശ്നം മറ്റുള്ളവരിൽ നമുക്ക് ഏൽക്കേണ്ടി വന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാ പറഞ്ഞുകൊണ്ട് വരുന്നത്. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ടുള്ളതാണ്. വിശ്വാസപരമായി നമുക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ, അപജയം സംഭവിച്ചാൽ വരാൻ പോകുന്നത് റിദ്ദത്താണ്, മുർത്തദ്ദായി പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഏത് വിഷയമാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത്? ശാരീരികമാണോ വിശ്വാസപരമാണോ? എന്തെങ്കിലാരൊന്നും ഉണ്ടാക്കി. ഏത് പ്രത്യാഘാതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടത്? ശാരീരികമായി വരുന്ന പ്രത്യാഘാതമോ വിശ്വാസമായി വരുന്ന പ്രത്യാഘാതമോ? വിശ്വാസപരമായിട്ടുള്ള പ്രത്യാഘാതമാണ്. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനും അടിവരയിടുന്നത് അതുതന്നെയാണ്. ശാരീരികമായുള്ള ചുറ്റുപാടോ സാമ്പത്തിക പുരോഗതിയോ അല്ലെങ്കിൽ അധികാരത്തിന്റെ വലിയ ഒരു ഉന്നതിയോ ഒന്നുമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉന്നതിയുടെ മാനദണ്ഡമായി, അടയാളമായി അല്ലാഹു വിശേഷിപ്പിക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം രൂഢമൂലമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ശത്രുവായി ചില ആളുകളെ നമ്മളൊക്കെ പറയാറുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണം, രാജ്യത്തിൻ്റെ പൈതൃകവും മഹത്വവും പാരമ്പര്യവും നാനാത്വത്തിൽ ഏകത്വം എന്ന വലിയ സംവിധാനം അതിവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും പറയുന്നു ചില ആളുകൾ അവർ രാജ്യത്തിൻ്റെ ശത്രുവാണ്. നമ്മളും പറയുന്നു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന, രാജ്യത്തുള്ള എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെല്ലാം രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് നമ്മളും അത് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മുഖ്യ ശത്രു അവരല്ല. അവർ നമ്മുടെ ശത്രു അല്ല എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ മുഖ്യ ശത്രു അവരല്ല. അപ്പോൾ പിന്നെ നമ്മുടെ മുഖ്യ ശത്രു ആരാണ്? നമ്മളെല്ലാവരും എല്ലാ ദിവസവും യാസീൻ ഓതാറുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്നാണ് യാസീനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ആരാണ് നമ്മുടെ മുഖ്യ ശത്രു? ശൈത്താനാണ്. നമ്മുടെ മുഖ്യ ശത്രു ആരാണ്? ശൈത്താനാണ്. അപ്പൊ രാജ്യത്തിന്റെ വിരോധികളായ ആളുകൾ നമ്മോട് പറയുന്നു, നിങ്ങളാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് അവർ നമ്മോട് പറഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് പറയണം? എങ്കിൽ ഞങ്ങളുടെ മുഖ്യ ശത്രുങ്ങളല്ല,
നിങ്ങൾ ശത്രു അല്ല എന്നല്ല പറയുന്നത്. മുഖ്യ ശത്രു ആരാണ്? ശൈത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ മാസത്തിൽ ശൈത്താനിൻ്റെ ചെയ്തികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായുള്ള നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും മറ്റു ആരാധന കർമ്മങ്ങളുമൊക്കെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശരീരത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഏതിനെയാണ്? നമ്മുടെ വിശ്വാസത്തെയാണ്. റമദാൻ അല്ലാത്ത സമയങ്ങളിലൊക്കെ രാവിലെ ഒരു കാലിച്ചായ കുടിക്കും. ചായ തീരെ കുടിക്കാത്തവരുണ്ട്. ചില ആളോട് ചായ കുടിച്ച് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും ഓരോന്ന് പട്ടിണിയേക്കാരം. അതല്ല, കടിയൊക്കെ കഴിച്ചുക്കണു, ചായ കുടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെ കാലിച്ചായ കുടിക്കുന്നവരുണ്ട്. പിന്നെ ഒരു 9 മണി 8 മണിയാകുമ്പോൾ വേറൊരു ചായ, 10 മണിക്കൊരു കഞ്ഞി, അല്ലേ, ഉച്ചക്കൊരു ചോറ്, 4 മണിക്കൊരു ചായ. പണ്ടൊക്കെ വീട്ടിൽ നിന്നായിരുന്നു, ഇപ്പോൾ അതും കടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ. എല്ലാവരും പുറത്ത് നിന്ന് കഴിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പുറത്ത് ചികിത്സ നടത്തുക. ഒന്ന് ആലോചിച്ച് നോക്കാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിലൊക്കെ നമ്മുടെ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ അതിനൊക്കെ ചികിത്സിക്കാൻ ആവശ്യമായ മരുന്നുകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഭക്ഷണം പുറത്തുനിന്നായപ്പോൾ ചികിത്സയും പുറത്തുനിന്നായി. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നിന്ന് കഴിക്കുക, നിന്ന് കുടിക്കുക, നടന്ന് തിന്നുക, അല്ലേ. സ്കൂൾ കുട്ടികൾ എന്ന് നമ്മൾ പറയും. കുട്ടികളിൽ നിന്നൊക്കെ വിട്ടുക്കണു. നമ്മുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ചിന്താഗതിയും പ്രവൃത്തിയുമാണോ ഇന്നത്തെ കുട്ടികളിൽ കാണുന്നത്? അല്ല. ഒരു ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത്. അപ്പോൾ 2 കുട്ടികളിങ്ങനെ മുമ്പിലിരിക്കുന്നുണ്ട്. പള്ളിയിലായതുകൊണ്ട് തന്നെ ആ വാക്ക് ഉച്ചരിക്കൽ ഏറെ അദബുകേടായി തോന്നുക. ഒരു വലിയൊരു അനാവശ്യം ഓൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു. അവിടെ കാരണവന്മാരിരിക്കുന്നുണ്ട്, ഉസ്താദ് സംസാരിക്കുന്നുണ്ട്. ഒരു കുട്ടിയാണിത് പറഞ്ഞത്, മറ്റൊരു കുട്ടിയോടാണ് പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ശീലിപ്പിച്ചു കൊടുക്കുക. മൂത്രയിക്കാൻ മുട്ടുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ പറയും. വലിയവരങ്ങനെ പറയില്ല, മൂത്രയിച്ചിന് പോരുക. മൂത്രയിക്കാൻ മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ പോയി മൂത്രയിച്ചോന്ന് ഉമ്മ പാസ്സാക്കി കൊടുക്കല്ല വേണ്ടത്. ആ കുട്ടിയുടെ കയ്യും പിടിച്ച് പോവുക, എന്നിട്ട് ഇടത് കാല് വെച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിപ്പിക്കുക. അതിനാണ് ആ കുട്ടി ഉമ്മയോട് വിളിച്ചു പറയുന്നത്, ഉമ്മ എനിക്ക് മൂത്രയിക്കാൻ മുട്ടുന്നുണ്ട്. അല്ലാതെ കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തലല്ല, മറിച്ച് നമ്മൾ ആ കുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ ദീനിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും പുറമെ ഡയറി ഉണ്ട് മദ്രസയിലെ കുട്ടികൾക്ക്. അതിലും എഴുതിയിട്ടുണ്ട് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ എന്തു ചൊല്ലണം, തിരിച്ചു വരുമ്പോൾ എന്തു ചൊല്ലണം. അതൊക്കെ പാഠപുസ്തകത്തിലും ഡയറിയിലും ഒതുങ്ങിപ്പോവുന്നു എന്നല്ലാതെ പലരും അതിലേക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. ഇന്ന് രാവിലെ പുലർച്ചെ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റപ്പോഴും നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട്. എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഞാൻ ഇടത് കാല് വെച്ചുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചത് എന്ന്? ഇനി അങ്ങനെ ചെയ്തവരുണ്ടാകാം. ഞാൻ തല മറച്ചിട്ടാണ് ടോയ്ലറ്റിലേക്ക് പോയത് എന്ന് ഉറപ്പിച്ച് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ഇടത് കാല് വെച്ച് കയറാറുണ്ട്, പക്ഷെ തല മറക്കാറില്ല. കേട്ടോ, അതായിരിക്കും പലർക്കും പറയാനുണ്ടാകുക. വിശുദ്ധ റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർളിനോ 70 ഫർളിന്റെ കൂലി. ഒന്നും നിസാരമല്ല മുഅ്മിനീങ്ങളെ. വിശ്വാസം അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു നന്മ ചെയ്യുമ്പോൾ അതിന് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന ഉത്തമമായ വിശ്വാസം ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ കേട്ടുവരുന്നതാണല്ലോ. കേട്ടുവരുന്നതാണെന്നത് വലിയ ശരി, പക്ഷെ പലപ്പോഴും നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് അതിലേറെ വലിയ ശരി എന്ന് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ അവന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ മതനിരാസത്തെ പറ്റി പറയുമ്പോ, ലിബറസത്തെ പറ്റി പറയുമ്പോ ചില രോഗികൾ ഡോക്ടറെ കാണാറുണ്ട്.
അസുഖം വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഡോക്ടറെ പോയി കാണും. ഡോക്ടറോട് പോയിട്ട് എന്താ പറയാ? ഡോക്ടറെ എനിക്ക് ന്യൂമോണിയയാണെന്ന് പറയോ? പറയില്ല. പറയോ? ഇല്ല. ക്ഷീണമാണ്, തലവേദനയാണ്, പനിയുണ്ട് എന്ന് തോന്നുന്നു. അതൊരു ലക്ഷണമാണ്. ഡോക്ടർ എന്ത് ചെയ്യണം? ആ ലക്ഷണങ്ങളിൽ നിന്ന് രോഗത്തിൻ്റെ കാരണം എന്ത് എന്ന് കണ്ടെത്തണം. അതാണ് ഡോക്ടറുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. രോഗിയോട് ലക്ഷണം പറഞ്ഞു കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ വിഷയം പറഞ്ഞു കൊടുക്കണമെന്നില്ല. അതിനൊരു ട്രീറ്റ്മെന്റ് നടത്തിയാൽ മതി. അതിൻ്റെ കാരണങ്ങൾ ഇന്നൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാം, കൊടുക്കാതിരിക്കാം. പക്ഷെ രോഗി ആവശ്യപ്പെടുന്നത് എന്താ? രോഗി ആഗ്രഹിക്കുന്നത് എന്താ? ഈ രോഗത്തിനുള്ള ചികിത്സയാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ മതത്തിന്റെ പരിധിയിൽ നിന്ന് ചില ആളുകൾ ഇങ്ങനെ വഴുതി പോകുമ്പോൾ അവർ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് എന്ത് മറുപടി കൊടുത്താലും അവർ അടുത്ത ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നന്മക്ക് വേണ്ടി, നമ്മുടെ ദീനീ പുരോഗതിക്ക് വേണ്ടി നമ്മളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവർക്കും ദീനീ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇവിടെ പ്രധാനമായ 4 രോഗകാരണങ്ങളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തേത് ദേഹേച്ഛയാണ്. ദേഹേച്ഛ, നമ്മുടെ ദേഹം, നമ്മുടെ ശരീരം ഓരോന്നിങ്ങനെ ഇച്ഛിച്ചുകൊണ്ടേയിരിക്കും, അതിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ രോഗം അഹങ്കാരമാണ്. മൂന്നാമത്തേത് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള നിരാശയാണ്. നാലാമത്തേത് അപകർഷതാബോധമാണ്. മനുഷ്യ ശരീരം നൈമിഷികമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇസ്ലാം ഈ ലോകത്ത് വിലക്കിയിട്ടുള്ളതാകുന്നു. മദ്യപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇസ്ലാം ഈ ലോകത്ത് വിലക്കിയിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹ് ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യഭിചാരം, അത് ഇസ്ലാം വിലക്കിയതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം 2 വഴികളാണ് അവൻ്റെ മുന്നിലുള്ളത്. ഒന്നാമത്തെ വഴി എന്താ? ഇസ്ലാം വിലക്കിയതിനെ നമ്മളും വിലക്കുക. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ചെയ്തു വരുന്ന പണി അതാ അല്ലേ? കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ യഥേഷ്ടം കള്ള് കിട്ടും. അവർ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തോന്നിവാസങ്ങൾ മറ്റു പലതും ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും ചിന്തിക്കുന്നില്ല. എന്താ കാരണം? ഇസ്ലാം വിലക്കിയതിനെ നമ്മളും വിലക്കുന്നു. ഇനി അതിന് തയ്യാറല്ലാത്ത ഒരാൾ, അയാൾക്കുള്ള പരിഹാരം എന്താണ്? അല്ലെങ്കിൽ അയാൾ കാണുന്ന വിഷയം എന്താണ്? എല്ലാം വിലക്കിയ ഇസ്ലാമിനെ വിലക്കുക. പ്രശ്നമല്ലല്ലോ. ഒരാൾ പറയാം അള്ളല്ല, അള്ളാഹു ഉണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, നമ്മെ പടച്ചവൻ, നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, നമുക്ക് വായുവും വെള്ളവും, നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസമാണല്ലോ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഒരാൾ പറയുന്നു അള്ളാഹു ഇല്ല. അങ്ങനെയാണ് ചില ആളുകൾ പരിശുദ്ധമായ മതത്തിൽ നിന്ന് വിശ്വാസികളെ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരം അപകടങ്ങളിലൊന്നും എത്തിയിട്ടില്ലായിരിക്കാം. എന്നാലോ നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങൾ, മദ്രസയിൽ 1 മണിക്കൂർ സമയമാണ് അവരെ ഉസ്താദുമാർക്ക് ലഭിക്കുന്നത്. ആ 1 മണിക്കൂർ സമയം കൊണ്ട് ഒത്തിരി വിഷയങ്ങൾ എടുത്തു കൊടുക്കാനുമുണ്ട്. എന്നാൽ മദ്രസ വിട്ട് മറ്റു പല കലാലയങ്ങളിലേക്കും അവർ പോകുമ്പോൾ അവിടെ അവരുടെ കൂട്ടുകാർ ആരെല്ലാമാണ് എന്ന് നമുക്കറിയില്ല. അവരെന്തെല്ലാം ആശയങ്ങളാണ് പഠിച്ചു വച്ചിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ മക്കളാവട്ടെ
പലതും നമ്മോട് പറയുകയുമില്ല. മെല്ലെ 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 അരുതായ്മയുടെ വാഹകരായി അവർ മാറുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഒരിക്കലും ഒരു വിശ്വാസി കൊണ്ടറിയേണ്ടവനല്ല, കൊണ്ടറിഞ്ഞ് പാഠം പഠിക്കേണ്ടവനല്ല വിശ്വാസി. നമ്മുടെ മുഖ്യ ശത്രു ശൈത്താനാണ് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ രൂപത്തിലും വന്നേക്കാം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഉമ്മാക്ക് ടോയ്ലറ്റിലേക്ക് പോലും പോകാൻ സമ്മതിക്കില്ലല്ലോ. കുട്ടികൾ സമ്മതിക്കില്ല. ഉമ്മ ടോയ്ലറ്റിലേക്ക് പോയാൽ കരയും. എന്നാൽ പോകാതിരിക്കാൻ പറ്റുമോ? ഉമ്മാക്ക് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഉപ്പാക്ക് ജോലിക്കും പോകാൻ പറ്റില്ല, ഇവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മോൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഉപ്പ ഉമ്മ എന്ന ആ ഒരു മാനസികമായ വികാരത്തിന്റെ ഭാഗമായി അവർ ഉപ്പയെയും ഉമ്മയെയും കൂടെ കൊണ്ട് നടക്കുന്നു. പിന്നീട് സ്കൂളിലേക്കും മദ്രസയിലേക്കും ഒക്കെ പോകുമ്പോ ഉസ്താദ്, മാഷ്, ടീച്ചർ എന്ന അവസ്ഥയിലേക്ക് അവരൊക്കെ എത്തുന്നു. ഇന്ന് നമുക്ക് അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്ന് ഉപ്പയും ഉമ്മയും പറഞ്ഞാലും മക്കൾ എന്തു പറയും? അല്ല, ഉസ്താദ് ഒരിക്കലും മദ്രസ ലീവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ഒരിക്കലും ലീവാക്കരുത്. കണ്ടോ, ഉപ്പയാ പറയുന്നത് നമുക്ക് അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട്, ഉമ്മയും പറയുന്നു നമുക്കൊരു വഴിക്ക് നിർബന്ധമായി പോവാനുണ്ട്. പക്ഷെ കുട്ടി എന്ത് പറയുന്നു? ഉസ്താദ് ലീവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാഷ് ലീവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉസ്താദ് ലീവാക്കരുത് എന്ന് പറഞ്ഞത് അവർ മറന്നു, മാഷ് ലീവാക്കരുത് എന്ന് പറഞ്ഞതും മറന്നുപോയി. എൻ്റെ കൂട്ടുകാരൻ ഇന്നാലിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ചെറുപ്പം മുതൽ ഉപ്പ ഉമ്മ ഉസ്താദ് മാഷ് ടീച്ചർ എന്ന ആ ഒരു വികാരത്തിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ വലുതായി പോകുമ്പോൾ അത് ചങ്ങാതി അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ചെറുപ്രായത്തിൽ തന്നെ ഉമ്മയോട് കുട്ടി പറയുന്നു, ഉമ്മ എനിക്ക് മൂത്രമൊഴിക്കാനുണ്ട്. ആ സമയത്ത് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇടത് കാല് വെച്ച് കയറുക, തിരിച്ചു വരുമ്പോ വലത് കാല് വെച്ച് പുറത്തേക്ക് വരിക. കുട്ടിക്ക് ചൊല്ലാൻ അറിയില്ലെങ്കിലും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന ദിക്ർ ഉമ്മ ചൊല്ലിക്കൊടുക്കുക. താമസിയാതെ കുട്ടിയും അത് ഏറ്റുചൊല്ലാൻ തുടങ്ങും. ആഴ്ചകൾ മാസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ ഉമ്മ ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോ എന്നാ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് വിടുകയല്ല വേണ്ടത്. ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന ദിക്ർ. ഇനി അതറിയില്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ആരും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകൂല. മെല്ലെ 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 പതിയെ പതിയെയാണ് ഇസ്ലാമിൽ നിന്ന് പലരും പുറത്തേക്ക് പോകുന്നത്. പോവാനുള്ള കാരണം നമ്മൾ പറയുകയുണ്ടായി. ഒന്ന് അവരുടെ ചങ്ങാതിമാരാണ്, മറ്റൊന്ന് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാണ്. പണ്ടെല്ലാം ഒരാൾ കേടുവരണമെങ്കിൽ പുറത്തേക്ക് പോവേണ്ടിയിരുന്നു, വീട് വിട്ട് പുറത്തേക്ക് പോവേണ്ടിയിരുന്നു. ഇന്ന് അടുക്കളയിൽ ഇരുന്നു കൊണ്ട്, ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് വഴുതിപ്പോകുന്ന പ്രത്യേകമായ ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ, നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെ ഈമാൻ, ഖിയാമത്ത് നാളുകളുടെ സന്താന പരമ്പരകളുടെ ഈമാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പോക്കറ്റിൽ പൈസ വെച്ച് യാത്ര ചെയ്യുന്നവരാ. ഇപ്പോ ഗൂഗിൾ പേ ആണല്ലേ, എന്നാലും മൊബൈൽ ഫോൺ കയ്യിലുണ്ടാകുമല്ലോ. നമ്മുടെ പോക്കറ്റിലെ കാശ് ആരെങ്കിലും എടുക്കുമോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തിലെ ഡോറുണ്ടല്ലോ, ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കയറുന്ന അവിടെയുള്ള ആ ഡോറിൻ്റെ ഭാഗത്തുള്ള ജനവാതിൽ അതിൻ്റെ കമ്പി കുറച്ച് അടുത്തടുത്താണ്. എന്താ സംഗതി എന്നറിയോ?
ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള കമ്പികൾക്ക് കുറെ ഗ്യാപ്പ് ഉണ്ട്. ജനാലക്കുള്ള കമ്പികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡോറിന്റെ അടുത്തുള്ള ജനാലയുടെ കമ്പി അടുത്തടുത്താ. എന്തായിരിക്കും കാരണം? ഒരു പക്ഷേ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഒന്നിങ്ങനെ കണ്ണ് ഇമ്പിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ കൈയിട്ട് വേഗം എടുത്ത് ഓടാൻ എളുപ്പമാണ്. അപ്പം അത് റെയിൽവേ അതോറിറ്റി മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെയുള്ള ആ ഒരു ഇത് പ്രത്യേകമായി എന്താക്കുന്നു, അത് ഒന്ന് അടുപ്പിച്ച് വച്ചിരിക്കും. വേറെയും പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ വളരെ ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു. ചെറിയ സംഗതിയല്ലത്. ഡ്രൈവർമാരിലേക്കാണ് ഒരു പക്ഷേ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാകുക. തിരക്കായിരിക്കും നമുക്ക്, പക്ഷേ എന്താ സംഭവിക്കുക? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി നമ്മുടെ പട്ടാമ്പി മഹലിൽ അപകട മൂലം മരണപ്പെട്ടു. ഇല്ല, നിങ്ങളറിഞ്ഞോ? കബറടക്കം കഴിഞ്ഞിട്ടില്ല, കുളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ വിശ്വാസത്തെ ഗൗരവത്തോടു കൂടി കാണണം. ഒരിക്കലും നാളെ നന്നാവാം, നാളെ മുതൽ നിസ്കരിക്കാം, അടുത്ത നിമിഷം മുതൽ നിസ്കരിക്കാമെന്ന് വിചാരിക്കരുത്. പ്രിയമുള്ളവരെ, ഈ പരിസരത്ത് നിന്ന് മീനും വാങ്ങി അതുപോലെ പച്ചക്കറിയും വാങ്ങി ഒരു ഉമ്മ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയുണ്ടായി. വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വീണുപോയി. പിന്നീട് ഡോക്ടറുടെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. പച്ചക്കറിയും മീനും കൊണ്ടുപോകുന്ന ഒരു ഉമ്മയുടെ മനസ്സിലെന്തായിരിക്കും? നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണം, മീൻ നന്നായി ഒന്ന് പൊരിക്കണം. പക്ഷേ വീട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം എന്താണോ വിലക്കിയതെങ്കിൽ അതിനെ നമ്മളും വിലക്കുക എന്നതാണ്. നമ്മളിപ്പോൾ വലിയൊരു ബിൽഡിങ്ങിന് മുകളിലാണ് എന്ന് സങ്കല്പിക്കുക. വലിയൊരു ബിൽഡിങ്, ബുർജ് ദുബായോ ബുർജ് ഖലീഫെ, അതിലും വലുത് വന്നിട്ടുണ്ടോ? വരും, ഒന്നും വരാതിരിക്കൂല. ഖിയാമത്ത് മുമ്പ് എന്തൊക്കെ വരാനുണ്ടോ അതൊക്കെ വരും. പക്ഷെ പുതിയ ഒന്നിങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് അതാണ് എന്ന് വിചാരിക്കാതിരുന്നാൽ മതി. പുതിയൊരു കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുമ്പോൾ ഇസ്ലാം ഇപ്പോൾ ബാക്കിലായിക്കണു, ഇപ്പോൾ വേറെ എന്തൊക്കെ മുന്നിലാണ് എന്ന് ചിന്തിച്ചു പോയാൽ അപകടമാണ്. എന്നും സ്റ്റാൻഡേർഡ് ഇസ്ലാമാണ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന അഭിസംബോധന പലരും നടത്താറുണ്ട്, അല്ലേ? തെറ്റൊന്നുമില്ല. ഒരാളുടെ ഭാര്യ നെഞ്ചത്തടിച്ചിങ്ങനെ കരയുക, വല്ലാതെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുക. എന്താ സംഗതി? ആ സഹോദരിയുടെ ഭർത്താവ് കപ്പൽ യാത്ര ചെയ്യുന്നതിനിടെ കപ്പൽ മുങ്ങി മരണപ്പെട്ടു പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷേ ഈ സഹോദരിയോട്, നെഞ്ചത്തടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ വേർപാടിൽ നൊന്ത് കരയുന്ന സഹോദരിയോട് അയൽവാസിയായ ഫാത്തിമ കുട്ടി പോയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? തൊട്ടടുത്താണെങ്കിൽ പല്ലിലിഞ്ഞ് വായയിലെത്ര പല്ല് ബാക്കിയുണ്ടെന്ന് നോക്കേണ്ടതുള്ളൂ. കാരണം പറയുന്ന അവളെ സംബന്ധിച്ച് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ അനുഭവിക്കുന്ന ഇവളെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് അസ്സലാമു അലൈക്കും, കടലിൽ മുങ്ങി മരിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കാറില്ലേ? ആ സമയത്ത് ഒരാൾ ഇങ്ങനെ മുങ്ങിക്കൊണ്ടേയിരിക്കുക, അവനോട് നമുക്ക് പറയാൻ പറ്റുമോ ആ സമയത്ത് ഗുഡ് മോർണിംഗ്? അവനോടും നമുക്ക് പറയാം അസ്സലാമു അലൈക്കും, പടച്ച റബ്ബിന്റെ രക്ഷ നിന്റെ മേലുണ്ടാവട്ടെ. അതാണ് പരിശുദ്ധ ഇസ്ലാം. കാലദേശ ഭാഷ വ്യത്യാസമില്ലാതെ ലോകാവസാനം വരേക്കും സ്യൂട്ടബിളാണ്. അപ്പോൾ ഒരാൾ നമ്മോട് ചോദിക്കുക, ഇസ്ലാം 2024 സ്യൂട്ടബിൾ ആണോ? ചില ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണ്ടേ, ചെറിയൊരു പരിഷ്കാരമൊക്കെ നമുക്ക് വേണ്ടേ? ഇസ്ലാമിനെ പരിഷ്കരിക്കാനല്ല നമ്മൾ, മറിച്ച് ഇസ്ലാം നമ്മെ ഇങ്ങോട്ട് പരിഷ്കരിക്കാനുള്ളതാ. കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താനല്ല മുസ്ലിം ശ്രമിക്കേണ്ടത്, മറിച്ച് കാലത്തിൻ്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ആളുകളുടെ രോഗങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സയാണ്
പരിശുദ്ധ ഇസ്ലാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധമാണ് വേണ്ടത്. തലയുടെ മുകളിലുള്ള സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ വരണ്ടി എടുക്കുമ്പോൾ അങ്ങനെയുണ്ട് ചില ആളുകൾ ആ ബ്ലേഡ് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വരണ്ടി എടുക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞൊരു സംഗതിയെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പറയാതെ പറയുന്നു ഇസ്ലാം സ്യൂട്ടബിൾ അല്ല. അതിനല്ലേ എൻ്റെ അർത്ഥം? നമുക്ക് എന്തുകൊണ്ട് നമ്പർ 1 മുസ്ലിമായി ജീവിച്ചുകൂടാ? ഇപ്പോഴത്തെ കാലത്ത് കേടുവരാനാണോ എളുപ്പം നന്നാവാനോ? കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ട്, ആവർത്തിക്കുകയാണ്. കാരണം പുതിയ കണ്ടുപിടുത്തങ്ങളും അരുതായ്മകളൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് തോന്നിപ്പോയേക്കാം ഇപ്പോഴത്തെ കാലത്ത് കേടുവരാനാണ് കൂടുതൽ എളുപ്പം. ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹുവിൻ്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നന്നാവാൻ തന്നെയാണ് എളുപ്പം, കേടുവരാനല്ല. നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നു വീണപ്പോൾ എന്താ നമ്മുടെ ചെവിയിൽ ഓതിയത്? എന്താ നമ്മുടെ കാതിലൂടെ നമ്മൾ കേട്ടത്? എന്താ കേട്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങൾ പറയും, നന്നാവാനാ കേടുവരാനാ എളുപ്പം? കേടുവരാനാണ് എളുപ്പം എന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ തിരുത്തി കൊടുക്കണം. നമ്മളാരത് പറയാനും പാടില്ല. നന്നാവാനാണ് എളുപ്പം. ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഉമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന സമയത്ത് ആ ഉമ്മാക്ക് 5 നേരം കൃത്യമായി നിസ്കരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കാര ശേഷം തൻ്റെ കുഞ്ഞ് നന്നാവണേ എന്ന നിയ്യത്തോട് കൂടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള അവസരമല്ലേ ഉമ്മാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും ആവശ്യത്തിനല്ലേ പുറത്തേക്ക് പോകേണ്ടതുള്ളൂ. എന്നോട് വീട്ടിലിരുന്ന സമയത്തൊന്നും ആരും ചോദിച്ചിട്ടില്ല എന്താ ചങ്ങായി പെരേ കുത്തിരിക്കണത്, ആരും ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ, പട്ടാമ്പിയിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരും എൻ്റെ പരിചയക്കാരും ചോദിക്കും എന്തേ ഇവിടെ വന്നത്? നിങ്ങളോട് ചോദിക്കലില്ലേ? പെരയിരിക്കണ ആരത്തേലും ചോദിക്കലുണ്ടോ നിങ്ങളെന്താ പെരയിരിക്കണത്? പെരയിലിരിക്കുന്നതിൻ്റെ കാരണം പറയേണ്ടതില്ല, ചോദിച്ചാലും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നമ്മളെ ഇഷ്ടമല്ലേ നമ്മളെ പെരയെ കുത്തിരിക്കാന്നുള്ളത്? നേരെ മറിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ കാരണം പറഞ്ഞു കൊടുക്കണമെന്നില്ല, പക്ഷെ ചോദിക്കാൻ അവർക്ക് എന്തുണ്ട്? അവകാശം അല്ലേ? ഈ നമ്മളൊക്കെ ചെയ്തു വരുന്നൊരു കാര്യമാണല്ലോ. ഇന്നിപ്പോൾ എന്തേ ഇവിടെ വന്നത്? അപ്പൊ നന്നാവാൻ മാത്രമാണ് എളുപ്പം. കേടുവരൽ പിന്നെ എങ്ങനെയാണ്? വീട്ടിലേക്ക് മക്കൾ വൈകി വരുമ്പോ ആ ഒരു സാഹചര്യമാണ് കേടുവരാൻ ഉണ്ടാക്കുന്നത്. അതാരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചെറിയ മക്കൾ, നിങ്ങൾ 4 മണി സമയത്ത് ഇറങ്ങി നോക്കൂ, നിങ്ങൾ വെറുതെ ഇങ്ങനെ അവിടെയും ഇവിടെയും ഇരിക്കുന്നുണ്ടാവും. കളിക്കണ്ട എന്നല്ല പറയുന്നത്, കളി പിന്നീട് പരിധി വിട്ടു പോകുന്നു. മഗ്‌രിബിന് ശേഷവും അത് പിന്നെ ഇശാഇന് ശേഷവും രാത്രി 9 മണിക്കും 10 മണിക്കുമൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു 12 വയസ്സായ കുട്ടി. അവൻ ആരാണ് തിന്മയുടെ വഴിയിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. നമ്മൾ തന്നെയാണ് എന്നാണ് മറുപടി. ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, പലപ്പോഴും ആൺകുട്ടികളൊക്കെ പുറത്തു പോവാൻ ഉമ്മമാര് സമ്മതം കൊടുക്കുന്നത് അവർക്ക് സീരിയൽ കാണാനാണത്ര. കാരണം ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പെൺമക്കൾക്കും സിനിമ, സീരിയൽ ഈ ഒരു രീതിയിലേക്കാ താല്പര്യം. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വല്ല ഗെയിമോ അല്ലെങ്കിൽ ഫുട്ബോളോ ക്രിക്കറ്റോ മറ്റെന്തെങ്കിലും ആയിരിക്കും. അപ്പൊ പെരേൽ ഇവർ രണ്ടാളുണ്ടായി കഴിഞ്ഞാൽ റിമോട്ട് ഓന്റെ കയ്യിലേക്കാരം. അപ്പൊ ഉമ്മയും സഹോദരിയും, അതായത് മകളും ഉദ്ദേശിക്കുന്ന ചാനൽ കാണാൻ കഴിയില്ല. അപ്പൊ ഓന്റെ പണിയൊക്കെ പോട്ടെ, രാത്രി കയറി വരുമ്പോ വാതിൽ തുറന്നു കൊടുത്താൽ മതിയല്ലോ. ഇങ്ങനെ കൂടി നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചു.
എന്നിട്ട് പിന്നെ പരാജയപ്പെട്ടാൽ നമ്മൾ പറയും ഇന്നാരിന്നവൻ്റെ മകനാണ് എൻ്റെ കുട്ടിയെ കേടുവരുത്തിയത്. ഒരു കാര്യമില്ല, നമുക്ക് സമാധാനിക്കാൻ പറയാം അല്ലേ? ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ മധുരം ഇങ്ങനെ അടിച്ചു കയറ്റി ഷുഗർ രോഗി പറയാം എന്താ ഇപ്പം ചെയ്യണു. ഇതിങ്ങനെ കയറ്റുന്ന സമയത്ത് ആവകൊരു ശ്രദ്ധയില്ല, ഗുളികൊന്നും ഫലം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡോക്ടർക്കായിരിക്കും പിന്നെ കുറ്റം. നമ്മോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പ്രിയമുള്ളവരെ, വിവിധങ്ങളായ ഘട്ടങ്ങൾ. ഇന്നിപ്പോൾ പലരും ലിവിങ് ടുഗദറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലിവിങ് ടുഗദർ, വിവാഹത്തെ പല പെൺകുട്ടികളും താല്പര്യം കാണിക്കാതെ ഇരിക്കുന്നു. ഡിഗ്രിയും PGയും അതിൻ്റെ അപ്പുറത്തേക്കുള്ള കോഴ്സൊക്കെ എടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ തരപ്പെട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം പിന്നെ അവൻ പറയാണെന്ത്, ഞാൻ എന്നെ നോയിക്കോളാം, ഇജ്ജൊരു പേടിയും പേടിക്കണ്ട. 10 മാസത്തോളം ഗർഭം ചുമന്നു പ്രിയപ്പെട്ട പാവ ഉമ്മ 2 വർഷക്കാലം മുലയൂട്ടി വളർത്തി. ഇപ്പോഴും ഇവള് വരെ പോയി കഴിഞ്ഞാൽ ഉമ്മ എന്ന് വിളിച്ചിട്ട് ഉമ്മ ഉണ്ടാക്കിയ ചോറ ഇവള് തിന്ന, അല്ലാതെ ഓളുണ്ടാക്കിയ ചോറല്ല. എന്നിട്ട് ഒരു ദിവസം അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി അവളോട് പറയാണ്, ഞാൻ എന്നെ നോയിക്കോളാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കല്ലേ. ഇത് പറയില്ല, ഇതൊരു കുട്ടിയും മിണ്ടില്ല. അവസാനം നിക്കാഹിൻ്റെ കാര്യം, കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് ലാസ്റ്റ് സ്റ്റെപ്പിലെത്തുമ്പോഴാണ് വേണ്ട എന്ന് പറയാം. അത് ശരിയാകൂല, ഇത് ശരിയാകൂല. അങ്ങനെ ഒന്നും ശരിയാകാതെ വരുമ്പോൾ പിന്നെ ഏതെങ്കിലും കൗൺസിലിങ്ങിൻ്റെ ആളുകളെയൊക്കെ സമീപിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് 6ാം ക്ലാസ് മുതൽ തുടങ്ങിയ ബന്ധാണ്. നമ്മുടെ ഈ സമീപത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ ഈ സാധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയുണ്ടായി ആ കുട്ടിയുടെ രക്ഷിതാക്കൾ. അപ്പോൾ ഓളോട് ചോദിച്ചു, അതായത് ആ മര്യാദക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പല്ല് പോകുന്നൊന്നും പറഞ്ഞാൽ പറയില്ല, ഇത് പഴയ കാലമല്ല. ഇങ്ങനെ സൗഹൃദത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടു കൂടി അവളുടെ ഒരു ഗുണകാംക്ഷിയാണ് നമ്മൾ എന്ന് അവൾക്ക് തോന്നുന്ന വിധത്തിൽ സംസാരിച്ചിങ്ങനെ വന്നപ്പോൾ അവൾ പറയാണ്, ഉസ്താദേ 6ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്, ഇപ്പോൾ ഡിഗ്രി 3rd ഇയർ ആണ്. എങ്ങനെ ഒഴിവാക്കും? അപ്പം ഞാൻ ചോദിച്ചു, എപ്പോഴാണ് ഇവനക്ക് വിളിക്കാറുള്ളത്? കാരണം ഈ ബന്ധം ഇങ്ങനെ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഉപ്പയോട് ഞാൻ പറയില്ല, ഉമ്മയോടും പറയില്ല, നമുക്കിതിൻ്റെ കാരണം കണ്ടെത്തണമല്ലോ. ഉപ്പയോടും ഉമ്മയോടും ഞാൻ പറയുകയുമില്ല, കാരണം പറയില്ല എന്ന് പറഞ്ഞൊരു സംഗതി പറയാൻ പാടില്ലല്ലോ. പക്ഷെ നിങ്ങളോട് പറയാമല്ലോ. അവൾ പറയാണ്, ഉമ്മ എൻ്റെ അനുജനെ മദ്രസയിൽ കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ മദ്രസ വരെ പോകുമ്പോൾ ഫോണ് വീട്ടിൽ വെച്ചിട്ടാണ് പോകുക. ഉമ്മ ഉറക്കത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ കുട്ടി ഈ സമയത്താണ് വിളിക്കണ്ടാവുക. കണ്ടങ്ങൾ, നമ്മുടെ മുഖ്യ ശത്രു ആര്? ശൈത്താൻ. അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഈ പെൺകുട്ടികളെ ചവിട്ടിൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ആ മന്ത്രത്തിൻ്റെ ലാസ്റ്റ് പിന്നെ ഉറങ്ങാൻ നേരത്തെ ഇവള് പെരേക്കെത്തുള്ളൂ. പെരേക്കെത്തിയാലും ഇവള് റൂമിലിരുന്ന് പഠിക്കുക. എൻ്റെ കുട്ടിക്ക് സ്കൂളിലത്തെ പഠിക്കാണ്ട് ട്യൂഷൻ്റെയും പഠിക്കാണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് പാവ ഉമ്മ ആ വൈക്കന്നെ പോകൂല, ബാക്കി പിന്നെ ഫോണിലേക്കാറ്. ഇവളൊന്ന് ആലോചിച്ച് നോക്കി. ഗാർഹിക പീഡനം കേരളത്തിൽ കൂടുതലാണ്. ഇത്തരം ആളുകൾ ഈ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, വിഷം ചീറ്റി കൊടുക്കുക. കേരളത്തിൽ ഗാർഹിക പീഡനം കൂടുതലാണ്. ഒരു സ്ഥലത്ത്, ഒരു നാട്ടിൽ 99% മലയാളികളാണ്, 1% ഇംഗ്ലീഷുകാരും. സങ്കല്പിച്ച ഒരു നാട്ടിൽ 99% മലയാളികൾ, 1% ഇംഗ്ലീഷുകാരും. ജയിലിൽ കൂടുതൽ ആരാണ്ടാകുക? എന്താ നിങ്ങളാരൊന്നും പറയാത്ത? ജയിലിൽ ആരാ കൂടുതൽ ഉണ്ടാകുക? മലയാളികൾ തന്നെയല്ലേ. കാരണം ഇംഗ്ലീഷുകാർ എത്രയേ ഉള്ളൂ? 1% ഉള്ളൂ. അപ്പം പിന്നെ ജയിലിൽ കൂടുതൽ ആരാണ്ടാകുക? മലയാളികൾ തന്നെയല്ലേ ഉണ്ടാകുക, കുറ്റങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ.
അതിൻ്റെ അർത്ഥം എല്ലാ മലയാളികളും കുറ്റക്കാരാന്നാ? അല്ല, ഇവിടെ 1% മാത്രമേ ഇംഗ്ലീഷുകാരുള്ളൂ, ബാക്കി 99% മലയാളികളാണ്. അതുകൊണ്ടാണ് ജയിലിൽ ഏറ്റവും കൂടുതൽ മലയാളികളായത്. കേരളത്തിൽ ഗാർഹിക പീഡനം കൂടുതലാവാൻ കാരണം എന്താ? കൂടുതലും വൈവാഹിക ജീവിതമാണ് കേരളത്തിൽ, ലിവിങ് ടുഗദർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പ്രകാരം പറയുകയാണെങ്കിൽ 50% ആവണം, അപ്പോഴേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷമല്ല പറയേണ്ടത്. വൈവാഹിക ജീവിതമാണെങ്കിൽ ഭർത്താവ് നോക്കുന്നില്ലെങ്കിൽ ഇവൾക്ക് എന്ത് ചെയ്യാം? ഇവളുടെ വീട്ടിലേക്ക് പോകാം, അല്ലേ? കൊണ്ടു നിൽക്കണ്ടല്ലോ തല്ല്, ഇട്ടേച്ച് പോകാമല്ലോ പുല്ല് എന്ന് പറഞ്ഞതുപോലെ. നോക്കുന്നില്ല, ചെലവ് കൊടുക്കുന്നില്ല, മർദ്ദിക്കാണ്. മാന്യമായി എന്ത് ചെയ്യുക? സ്വന്തം പെരേക്ക് പോവാ. ലിവിങ് ടുഗദർ ആണെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഫ്ലാറ്റ് എടുക്കുമ്പോൾ തന്നെ രണ്ടാളും കൂടിയും പൗദ്യം കൊടുത്തിട്ട് എടുത്തിട്ടുണ്ടാകുക. 5 ലക്ഷം റുപ്യ അവനും 5 ലക്ഷം റുപ്യ ഇവളും. പിന്നെ മാസം 10,000, 5,000 അവളും കെട്ടും, 5,000 ഇവളും കെട്ടും. അങ്ങനെ അവരിങ്ങനെ ഒരുമിച്ച് ജീവിച്ചു വരിക. ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ വർത്താനം ഉണ്ടായി. ആ സമയത്ത് അവൻ പറഞ്ഞു അവളോട് പോവിടുന്ന്. അപ്പം തന്നെ അവളും കേട്ട്, ആര് പോണ്? ഞാനോ? പകുതി ആരാ കാശ് കൊടുത്ത്? പിന്നെ എന്താ ഉണ്ടാകുക? പിന്നെ അവിടെ എന്താ ഉണ്ടാകുക? ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം. ഇത് നമ്മുടെ മക്കളോട് നമ്മൾ കൃത്യമായ അളവിൽ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിലെ കുടുംബ വ്യവസ്ഥിതിയാണ് 100% വിജയപ്രദം, അല്ലാത്തതൊന്നും വിജയപ്രദമല്ല. ഇത് സ്നേഹത്തോടു കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. പല രാജ്യങ്ങളും, രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു രാജ്യം തീരുമാനമെടുത്തു, നാം ഒന്ന് നമുക്കെന്തിനാ മറ്റൊന്ന്. അതായത് ഒരു ആണും പെണ്ണും തോന്നിയാസം ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. ഇനി കുട്ടികളൊന്നും വേണ്ട എന്നുള്ള നിലക്ക് നാം ഒന്ന് നമുക്കെന്തിനാ മറ്റൊന്ന്. അപ്പോ ഇവിടെ ജനസംഖ്യാ വർധനവ് ഉണ്ടാകുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു നാം ഒന്ന് നമുക്കൊന്ന്. നാം ഒന്ന്, ആദ്യം പറഞ്ഞത് നാം ഒന്ന് നമുക്കെന്തിനാ മറ്റൊന്ന്. അപ്പൊ അത് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ പിന്നീട് പറഞ്ഞു നാം ഒന്ന് നമുക്കൊന്ന്. അങ്ങനെ എല്ലാവരും ആൺകുട്ടികൾക്ക് മാത്രം ജന്മം നൽകാൻ തീരുമാനിച്ചു. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ ഉടൻ എന്താക്കും? ഒഴിവാക്കി കളയും. അപ്പൊ അവർക്ക് തോന്നി വെറും ആൺകുട്ടികൾ മാത്രം ഉണ്ടായതുകൊണ്ട് ഇവിടെ ജനസംഖ്യാ വർധന ഉണ്ടാവുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു നാം 2 നമുക്ക് 2. എന്താണ് ഇവർക്ക് പറ്റിയ തെറ്റ്? അവരുടെ തലയിൽ വരുന്ന കാര്യങ്ങൾ എന്തോ അതാണ് സ്റ്റാൻഡേർഡ് എന്ന് അവർ വിചാരിച്ചു. സത്യത്തിൽ സ്റ്റാൻഡേർഡ് അന്നും ഇന്നും എന്നും ഇസ്ലാം മാത്രമാണ്. അല്ലാഹു കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളുടെ പഠനം നല്ല പോലെ ഉഷാറാക്കി നമ്മൾ കൊണ്ടുപോകണം. പക്ഷേ അപകടം അത് ഏത് സാഹചര്യത്തിലും വന്നേക്കാം എന്ന് മനസ്സിലാക്കി ജാഗ്രതയോട് കൂടി എപ്പോഴും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോവുക. ഇന്ന് കാണുന്ന പലതും മൂല്യങ്ങളല്ല, മറിച്ച് മാലിന്യങ്ങളാണ് എന്ന് അവർക്ക് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക. നമ്മുടെ മക്കൾക്ക് ആ മൂല്യങ്ങളൊക്കെ നമ്മൾ കൈമാറി കൊടുക്കുക. അവർ അവരുടെ മക്കൾക്ക് കൈമാറി ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരിമാരുടെ സംഗമങ്ങളൊക്കെ വിളിക്കണം. നമ്മുടെ മദ്രസയിലോ അതല്ലെങ്കിൽ 1000 വീടുകളുണ്ടെങ്കിൽ ഒരു 200 വീട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ 150 വീട് വെച്ചുകൊണ്ടോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു വീടിൻ്റെ മുന്നിൽ അവിടെയുള്ള വീട്ടുകാരികളായ കുടുംബിനികൾ ഉമ്മമാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കുക. കൃത്യമായ അളവിൽ അവർക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ധാരാളം ടീച്ചേഴ്സുമാരുണ്ട്, ധാരാളം സഹറവിയമാരും അതുപോലെ തന്നെ നല്ല ഭൗതിക വിജ്ഞാനവും അതുപോലെ തന്നെ ആത്മീയമായ വിജ്ഞാനങ്ങളൊക്കെ നന്നായി പഠിച്ച ധാരാളം സഹോദരിമാരെ കിട്ടും. ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായി
യാതൊന്നും ആഗ്രഹിച്ചു കൊണ്ടല്ല നിങ്ങളുമായി ഈ വിഷയം സംസാരിക്കുന്നത്. ഈ വിനീതൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അൽഹംദുലില്ലാ നമ്മുടെ ജില്ലയിലും തിരുവനന്തപുരം, കോഴിക്കോടും, മലപ്പുറത്തും, തൃശ്ശൂരുമൊക്കെയായി പല മഹല്ലുകളിലും സ്ത്രീകൾക്കുള്ള ക്ലാസ്. ഒരു വിഷയം മയ്യിത്ത് പരിപാലനമാണ്, അതിൻ്റെ പ്രാക്ടിക്കൽ വശം ഉൾപ്പെടെ. മറ്റൊന്ന് മദ്രസയുടെ പുരോഗതിയിൽ ഉമ്മമാരുടെ പങ്ക് എന്ന വിഷയമാണ്. കൊഴിഞ്ഞു പോക്ക് കൂടുതലാണ്. 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 6ാം ക്ലാസ്സിലേക്ക് കുട്ടികളെ കിട്ടാനില്ല. എന്നാൽ ഇതേ കുട്ടികളെ ഡിഗ്രിയും PGയും അതിൻ്റെ അപ്പുറത്തേക്കും പഠിക്കാൻ ബൗദ്ധികമായിട്ട് തയ്യാറാണ്. അപ്പോൾ ഈ കൊഴിഞ്ഞു പോക്കിനൊരു കൃത്യമായ പരിഹാരം അത് ഉമ്മമാരുടെ ഒരു കൂട്ടായ്മ വിളിച്ചുകൊണ്ട് അതിലേക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക. നമ്മുടെയൊക്കെ പള്ളികളും മദ്രസകളും ഒക്കെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മമാരിൽ നിന്ന് ഒരു ചെയർമാനെയും കൺവീനറെയും ഒക്കെ കണ്ടെത്തി അവർ സംഘടിപ്പിക്കുന്ന തുക അവരുടെ ഭർത്താക്കന്മാരിലൂടെ മഹല്ല് കമ്മിറ്റിയിലേക്കും മദ്രസ കമ്മിറ്റിയിലേക്കും ഒക്കെ എത്തിക്കുന്ന സംവിധാനം ഇൻഷാ അല്ലാഹ് നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്കൊരു ദിവസം, ഇപ്പോൾ റമദാനിലൊക്കെ എല്ലാ ശനിയും ഞായറൊക്കെ ബുക്കിങ്ങാണ്. വരുന്ന ശനിയാഴ്ച കല്ലുംപുറം എന്ന് പറയും. കല്ലുംപുറം എന്ന് പറഞ്ഞാൽ ചാലിശ്ശേരി ഭാഗം. ഞായറാഴ്ച പൈങ്കണ്ണിയൂര. അധിക ശനിയും ഞായറൊക്കെ ബുക്കിങ്ങാണ്. അതല്ലാത്ത ദിവസം പെണ്ണുങ്ങൾക്കാണല്ലോ, അവർ ജോലിക്കൊന്നും കാര്യമായി പോകുന്നവരല്ല. ഒരു തിങ്കളോ ചൊവ്വയോ, ഇനി റമദാൻ കഴിഞ്ഞാലും ഒരു 10 to 12 സമയം അല്ലെങ്കിൽ ഒരു 2 to 4 സമയം സഹോദരിമാരെ ഒന്ന് വിളിച്ചു കൂട്ടി ഒരു മരണസ്മരണ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ വയൽ കിട്ടുന്നുണ്ട്. എന്നാലും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ഇങ്ങനൊരു പരിപാടി വെച്ച എന്തിനാ? നമ്മൾ നിരന്തരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി. അതുപോലെ നമ്മൾ ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാനികമായ വർധനവുണ്ടാകും. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടിലം കൊള്ളും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലോ സാദത്തുഹും ഈമാന. അവിടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന. അങ്ങനെ നമ്മുടെ മഹലിലുള്ള എല്ലാ ഉമ്മമാരെയും എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് വിളിക്കാവുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു 4 or 5 പരിപാടി, ഒരു വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവരതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, നിലവിൽ അധികം മഹലുകളിലും കാണുന്നൊരു സാഹചര്യം, കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു ചെക്കൻ കുഴപ്പമില്ല എന്നൊരു ഒപ്പ് വേണം. നിക്കാഹ് കഴിഞ്ഞാലോ പെണ്ണിൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഒപ്പും വേണം. പിന്നെ 3 കെട്ടും കെട്ടിയതിൻ്റെ ശേഷം ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാൽ ഇവിടെ കിടത്തിയാൽ പിന്നെ ഇവിടെ കബറടക്കാൻ നിർവാഹമല്ലല്ലോ. അപ്പം പിന്നെ അതിനൊരു അവസരം എന്നതിൽ കവിഞ്ഞ് ഇതൊരു ദീനിൻ്റെ ഒരു ചൈതന്യമാണ്. ഇസ്ലാമിക സംവിധാനത്തിൻ്റെ വ്യവസ്ഥാപിത രൂപമാണ് മഹല്ല് സംവിധാനം എന്ന് പറയുന്നത്. ആര് നിന്നെ എതിർത്താലും കുട്ടികളോടൊക്കെ പറയേണ്ടത് ഒരിക്കലും ലിവിങ് ടുഗദർ ശാശ്വതമല്ല, അത് പരാജയമാണ്. പരാജയത്തിൻ്റെ പടുക്കുഴിയിലേക്കാണ് അതിൻ്റെ പോക്ക്. നേരെ മറിച്ച് വൈവാഹിക ജീവിതത്തിൽ നിനക്ക് വല്ല പരാജയവും നേരിട്ടാൽ നിന്റെ കൂടെ നിന്റെ ഉപ്പയുണ്ട്, നിന്റെ ഉമ്മയുണ്ട്, നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബക്കാരുണ്ട്. സർവോപരി മഹല്ല് സംവിധാനം നിന്റെ കൂടെയുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ അളവിൽ മഹല്ല് നിവാസികളിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടായ്മ അവർക്കും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, മറ്റു ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമാണ് നൂറുൽ ഹിദായ. നിങ്ങളുടെയൊക്കെ മക്കളെ അവിടെ കൊണ്ടുപോയി ചേർക്കണം. സ്കൂൾ സംവിധാനവും അവിടെയുണ്ട്, അൽബിറുണ്ട്. അതുപോലെ തന്നെ LKG മുതൽ 10 വരെയുള്ള ക്ലാസ് ഉണ്ട്. എന്നാലോചിച്ച് നോക്കി, 5 നേരം കുട്ടികൾക്ക് അവിടെ ഉള്ള സമയത്ത് നിസ്കരിക്കാനൊക്കെയുള്ള സൗകര്യം ഉൾപ്പെടെ നല്ലൊരു ദീനീ ചിട്ടയിലായി പോകുന്നൊരു സംവിധാനമാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീസ് കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ് സ്കൂളിലാകുമ്പോൾ അത്ര ഫീസിൻ്റെ ആവശ്യം ഉണ്ടാകില്ല. സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകൾ അങ്ങനെ ആവട്ടെ. എന്നാൽ ഇങ്ങനൊരു സൗകര്യം ഉണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ശീലിച്ചു വന്നാൽ അൽഹംദുലില്ലാ അതിൻ്റെ ഒരു മാറ്റം അവരെത്ര വലുതായാലും ഉണ്ടാകും. അതല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നേടിയെടുത്ത് അവർ ഉന്നതിയിലെത്തിയാൽ ഒരു റിട്ടയേർഡ് മാഷ് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു തരേ, മക്കളെ ഞങ്ങൾ ഭൗതികമായിട്ട് വല്ലാതൊന്നും പഠിക്കണ്ട, എൻ്റെ 3 മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ട് ഇക്ക് വയ്യാതായപ്പോൾ ഒരാളെയും നോക്കാൻ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്.
ഒരുത്തൻ ഡോക്ടറായിട്ട് വിദേശത്താത്തരെ. അപ്പോൾ തന്നെ അവൻ പറയാത്തരെ, എടാ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാപ്പ അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കണ്ട, അസുഖമൊക്കെ മനുഷ്യന്മാരായി വരുന്നതല്ലേ, ഞാൻ നമ്മുടെ നാട്ടിലെ നല്ലൊരു ഡോക്ടർക്ക് ഇവിടുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ചികിത്സ നടത്തും. കണ്ടങ്ങൾ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൻ ഇൻ്റർനാഷണലായിട്ട് എവിടുക്കാശ പോയിക്കോട്ടെ? നമ്മൾ മരിക്കുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് വേണം. അവർ നമുക്ക് എപ്പോഴും ഒരു തുള്ളി വെള്ളം വായിലേക്ക് ഒഴിച്ചു തരണം, ഒരു ഉരുള വായിലേക്ക് വെച്ച് തരണം. അത് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളൊക്കെ. പക്ഷെ അവർ പഠിച്ചു ഉയരട്ടെ എന്ന് കരുതി മദ്രസ പോലും പാതി വഴിയിൽ വെച്ച് അവരെ പഠിപ്പിച്ചു വിടുക. എന്നിട്ടോ മദ്രസയിലെ 10ാം ക്ലാസ്സിലും +2ലും 7ാം ക്ലാസ്സിലും പഠിക്കേണ്ട അറിവുകൾ ആ കുട്ടികൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവരങ്ങനെ വേറെ വഴിയിലൂടെ പോകുന്നു. ആരാണ് അവരെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയത് എന്ന് ചോദിച്ചാലും മറുപടി നമ്മൾ തന്നെ എന്നതാണ്. അള്ളാഹു നമ്മുടെ സേവനങ്ങളൊക്കെ കബൂലാക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെ അള്ളാഹു വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈത്തിക്കാഫിൻ്റെ നിയ്യത്ത് വെച്ച് ഇത്രയും സമയം നമ്മളുടെ ചെലവഴിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ വലിയ കാരണമായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹല്ലിൻ്റെ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ സേവനങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഉസ്താദിൻ്റെ സേവനങ്ങൾ അള്ളാഹു കബൂലാക്കട്ടെ. മറ്റു ഉസ്താദുമാരുടെയൊക്കെ സേവനങ്ങളെ അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.